ഹലോ ഓൾ, വെൽക്കം ടു പെപ്പ്. നമ്മൾ ഓൾറെഡി ലേണിങ്ങിനെ കുറിച്ച് പഠിച്ചു, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് പഠിച്ചു. ഇനി അതിൻ്റെ നെക്സ്റ്റ് ഭാഗങ്ങളിലേക്ക് നോക്കാം. ടൈപ്സ് ഓഫ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലൈ. അൺകണ്ടീഷൻഡ് സ്റ്റിമുലൈസിൽ രണ്ട് ടൈപ്സ് ആണുള്ളത്, അപ്പറ്ററ്റീവ് സ്റ്റിമുലസും അവേഴ്സീവ് സ്റ്റിമുലസും. അതിൽ അപ്പറ്ററ്റീവ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി എന്ത് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് തരുന്ന ട്രിഗേഴ്സും എന്താണ്, അപ്പറ്ററ്റീവ് സ്റ്റിമുലസ് ആണ്. അല്ലെങ്കിൽ അതായത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ പ്ലഷർ തരുന്ന ഏതൊരു സ്റ്റിമുലസും അപ്പറ്ററ്റീവ് സ്റ്റിമുലസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു ലേണിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ കണ്ടീഷൻ ഉണ്ടാവുകയോ ഒന്നും എന്താ പറയുക ഇത്തരം സ്റ്റിമുലസുകൾക്ക് വേണ്ട. പക്ഷേ ഈ സ്റ്റിമുലസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും എന്താണ്, നമ്മൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. അതായത് നമുക്കിപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ എന്താ പറയുക നമുക്ക് ഹാപ്പിനെസ് നമ്മൾ കണ്ടീഷൻഡ് ആവാതെ തന്നെ തരുന്നതാണെന്ത്, ഇങ്ങനത്തെ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും രീതിയിൽ റിവാർഡിങ്ങോ സാറ്റിസ്ഫൈയോ ആയിട്ടുള്ള സ്റ്റിമുലസ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ ഒരു ഫീൽ ഗുഡ് ആക്കുക അല്ലെങ്കിൽ ഹാപ്പി ആക്കുക, അവരെ നമ്മൾ കണ്ടീഷൻഡ് ചെയ്യിപ്പിക്കാതെ തന്നെ ഒരു ഹാപ്പി അല്ലെങ്കിൽ ഗുഡ് ആക്കുക, ഫീൽ ഗുഡ് ആക്കുന്ന ഏതൊരു കാര്യം എന്താണ്, അപ്പറ്ററ്റീവ് സ്റ്റിമുലസിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ അവേഴ്സീവ് സ്റ്റിമുലസ് ആണ്. നാച്ചുറലി നമ്മളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്ലസന്റ് അല്ലാതെ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു സ്റ്റിമുലസും എന്താണ്, അവേഴ്സീവ് സ്റ്റിമുലസ് ആണ്. ഓക്കെ, ഒരു പ്രയർ ലേണിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ എന്താ പറയുക നമ്മൾ ആ ഒരു സ്റ്റിമുലസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പം തന്നെ നമ്മൾ എന്താണ് വളരെയധികം അൺഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് അൺപ്ലസന്റ് ആയിരിക്കും നമ്മൾ. ഓക്കെ, ഇപ്പോൾ ഒരു ഭയങ്കര ഭയങ്കര റഷായിട്ടുള്ളൊരു ഏരിയയിൽ പോവുക, അല്ലെങ്കിൽ കയ്പുള്ള എന്തെങ്കിലും ഒരു സാധനം ടേസ്റ്റ് ചെയ്യുക, ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുക, ഇതൊക്കെ എന്താണ് നമ്മൾ അറിയാതെ തന്നെ എന്താണ് നമുക്കൊരു പണിഷിങ് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാക്കും. അപ്പോൾ ഇത്തരം ഫീലിങ്സുകളൊക്കെ എന്താണ് നമുക്കൊരു അവേഴ്സീവ് സ്റ്റിമുലസ് ആയിട്ട് പറയാം. ഇത് പെയിൻഫുൾ ആയിരിക്കും, ഹാംഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ സ്റ്റിമുലസുകളെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാനാണെന്ത് നമ്മൾ നാച്ചുറലി നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരെ കണ്ടീഷൻഡ് ചെയ്യിപ്പിക്കണം എന്ന് പോലും ഇല്ല. പക്ഷെ എന്താണ് അങ്ങനെ ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേഴ്സൺ എന്താണ് ഒരു അൺപ്ലസൻറ്റ് ഫീലിംഗ് ആയിരിക്കും എന്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണ്ട. അല്ലാണ്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ട് ഭയങ്കര ആരും എന്താണ് അതിനൊരു ഹാപ്പി ആയിട്ട് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് വിചാരിക്കില്ല. കാരണം എന്താണ് ഒരു അൺപ്ലസൻറ്റ് ഫീലിംഗ് അവിടെ ഉണ്ടാവുന്നതുകൊണ്ടാണ്. ഈ അപ്പറ്ററ്റീവ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ട്രയൽസ് വേണം. പക്ഷെ അവേഴ്സീവ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ട്രയൽസ് തന്നെ ധാരാളമാണെന്നാണ് പറയുന്നത്. നമ്മളൊരു സാധനത്തിൽ പ്ലഷർ കണ്ടെത്തുക എന്ന് പറയുന്നത് എന്താ പറയുക ഒരുപാട് ട്രയൽസ് വേണ്ട ഒരു കാര്യമാണെന്നും, അവേഴ്സീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു മെൻഷനിങ് തന്നെ മതി, ഒന്നോ രണ്ടോ ട്രയൽസ് മതി എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളെ കണ്ടീഷൻ ചെയ്യിപ്പിക്കുന്ന സ്റ്റിമുലൈ, നമുക്ക് കണ്ടീഷൻ ആവാൻ തരുന്ന സ്റ്റിമുലൈയുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എത്രത്തോളം നമ്മൾ ഇൻറ്റൻസിറ്റി ഉള്ള സ്റ്റിമുലൈ കൊടുക്കുന്നോ അത്രത്തോളം എന്താണ് എഫക്റ്റീവ് ആയിരിക്കും ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ ദ മോർ ദ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ദ ഫ്യൂവർ ദ നമ്പർ ഓഫ് അക്വിസിഷൻ ട്രയൽസ് നീഡഡ്. നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസുകൾ എത്രത്തോളം ഇൻറ്റൻസ് ആണോ അത്രത്തോളം എന്തായിരിക്കും നമ്മൾ കണ്ടീഷൻഡ് ആവുമെന്നാണ് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസ് എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നോ അത്രത്തോളം ട്രയൽസ് കുറവായിരിക്കും എന്ത് ഒരു പേഴ്സൺ കണ്ടീഷൻഡ് ആവാനെന്ന്. നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസ് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ സ്റ്റിമുലസ് ആവുമ്പം എന്താണ് അധികം ട്രയൽസ് പോലും വേണ്ട ഒരു പേഴ്സൺ കണ്ടീഷൻ ഉണ്ടാവാൻ. ചിലത് വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിമുലസുകളായിരിക്കും, അപ്പോൾ ഒരുപാട് ട്രയൽസ് വേണ്ടി വരുന്നത് ഒരു പേഴ്സൺ കണ്ടീഷൻ ഉണ്ടാവാൻ. ഇത്രയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയുന്നത്. നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞു, പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, ഡോഗ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. പാവ്ലോവിൻ്റെ ഒന്നിനെ കുറിച്ച് അറിയില്ലെങ്കിലും ആ ഡോഗ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. 4 ടൈപ്പ് ഓഫ് ടൈം റിലേഷൻസും ആയിട്ടുള്ള കണ്ടീഷനിങ്ങിനെ പറഞ്ഞു, അവേഴ്സീവ് സ്റ്റിമുലസും അപ്പറ്ററ്റീവ് സ്റ്റിമുലസിനെ കുറിച്ചും പറഞ്ഞു. ഇനി രണ്ടാമത്തതിനെ കുറിച്ച് നമ്മൾ നോക്കാം, ഒപ്പാരന്റ് കണ്ടീഷനിങ് ഓർ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്നാണ് മെയിൻലി ഇത് അറിയപ്പെടുന്നത്. ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ടത് സ്കിന്നർ ആണ്, BF സ്കിന്നർ. സ്കിന്നർ പോസ്റ്റുലേറ്റ് ചെയ്ത തിയറിയാണ്
ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്കിന്നർ ഇവിടെ പറയുന്ന പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിൽ സ്കിന്നർ പറയുന്നത് ബിഹേവിയർ എന്ന് പറയുന്നത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കോൺസിക്വൻസസ് ദാറ്റ് ഫോളോസ് ഇറ്റ്. ബിഹേവിയറും കോൺസിക്വൻസസും ആയിട്ടാണ് എന്ത് സ്കിന്നർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നാലെ വരുന്ന കോൺസിക്വൻസ് പോലെ ഇരിക്കും. ഞാനൊരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ ഭവിഷ്യത്തുകൾ പോലെ ഇരിക്കുന്നത് ഞാൻ വീണ്ടും ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ഐ എം ഡൂയിങ് സംതിങ്, അതിൻ്റെ പിന്നാലെ വരുന്ന കോൺസിക്വൻസുകൾ എന്താണോ അതുപോലെയാണ് ഞാൻ വീണ്ടും ആ ക്യാരക്ടർ റിപ്പീറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് ഇനി പറയട്ടോ. അപ്പോൾ ഈ ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേ ഓഫ് ലേണിംഗ് ത്രൂ ട്രയൽ ആൻഡ് എറർ ബേസ്ഡ്. ഓക്കെ, ട്രയൽ ആൻഡ് എറർ. നമ്മൾ ചെയ്യുക, അത് വീണ്ടും തെറ്റും, നമ്മൾ വീണ്ടും ചെയ്യുക, അത് വീണ്ടും തെറ്റും, വീണ്ടും ചെയ്യുക, വീണ്ടും തെറ്റും. ഈ ഒരു മെത്തേഡിലാണ് ഇവിടെ ലേണിംഗ് നടക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ നല്ലതാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഫേവർ ചെയ്യുന്നൊരു ബിഹേവിയർ ആകുമ്പം നമുക്ക് എന്താണ് റിവാർഡ്സ് കിട്ടും, അതായത് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടും. നമ്മൾ ചെയ്യുന്ന ഒരു ബിഹേവിയർ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് എന്താണ് പണിഷ്മെൻറ്റ്സ് ആണ് കിട്ടുക. ഓക്കെ, ട്രയൽ ആൻഡ് എറർ ബേസ്ഡ് കാര്യങ്ങളാണ്, അതിൽ റിവാർഡ്സും പണിഷ്മെൻറ്റ്സും. അപ്പം നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ട്രയൽ ആൻഡ് എറർ രീതിയിലുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ രീതിയിലൊരു ലേണിംഗ് നടക്കുക, റിവാർഡ്സ് എന്നുള്ളൊരു വേർഡ് കേൾക്കുക, പണിഷ്മെൻറ്റ് എന്നുള്ളൊരു വേർഡ് കേൾക്കുക, അതെല്ലാം എന്താണ് സ്കിന്നറിൻ്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒപ്പാരന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിങ് പ്രോസസ്സിനെ സ്കിന്നർ പ്രൂവ് ചെയ്തത് ഒരു എക്സ്പെരിമെൻ്റ് വെച്ചിട്ടാണ്. സ്കിന്നർ ബോക്സ് എന്നാണ് ആ എക്സ്പെരിമെൻറ്റിന് സ്കിന്നർ പേരിട്ടിട്ടുള്ളത്. അതായത് ഒരു ബോക്സിൽ ഒരു എലിയെ കൊണ്ടുപോയിട്ടു, ജീവിയെ കൊണ്ടുപോയിട്ടു, എന്നിട്ടാണ് എന്ത് അദ്ദേഹം ഈ ഒരു ട്രയൽ ആൻഡ് എറർ ബേസ്ഡ് മെത്തേഡിലൂടെ റിവാർഡ്സും പണിഷ്മെൻറ്റ്സും കൊടുത്ത് നമുക്ക് കാണിക്കുന്നത്. എ ഹംഗ്രി റാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ചേംബർ. ഒരു കൂടിൻ്റെ അകത്ത് ഒരു റാറ്റിനെ കൊണ്ടുപോയി ഇടൂ, എന്നിട്ട് എന്താണ് ആ റാറ്റിന് അതിൻ്റെ ഉള്ളിൽ കൂടി ഓടിക്കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, പക്ഷെ പുറത്തേക്ക് വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇതിലെന്താണ് 2 ലിവർ ഉണ്ടാവും. അതിൽ ഒരു ലിവറിൽ റാറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഫുഡ് വന്ന് വീഴും, മേലേന്ന് ഇങ്ങനെ ഫുഡ് വന്നിട്ട് എന്താ പറയുക വീഴും. ഓക്കെ, ആ ലിവർ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫുഡ് വന്നിട്ട് റാറ്റിൻ്റെ ഇതിലേക്ക് വീഴും. അപ്പോൾ അതാണ് എന്ത് ഈ ഒരു സ്കിന്നർ ബോക്സ് എക്സ്പെരിമെൻറ്റ് പറയുന്നത്. ഏതോ ഒരു ലിവർ ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് റാറ്റിന് ആ ഫുഡ് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഓടിക്കളിക്കുന്ന റാറ്റ് എന്താണ് എപ്പോഴെങ്കിലും ആ ലിവർ അറിയാതെ ടച്ച് ചെയ്ത് പോകുമ്പം ഭക്ഷണം വരും. ഞാൻ ഇതൊന്നുകൂടി ഡെമോ കാണിച്ചു തരാം. ഇതാണ് സ്കിന്നർ ബോക്സ് എക്സ്പെരിമെൻറ്റ്. ഈ സ്കിന്നർ ബോക്സ് എക്സ്പെരിമെൻറ്റിൽ 2 ലൈറ്റ് ഉണ്ട്, റെസ്പോൺസ് ലിവർ ഉണ്ട്, ഇലക്ട്രിഫൈങ് ഗ്രിഡ് ഉണ്ട്, ഫുഡ് ഡിസ്പെൻസർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്ന റാറ്റ് എന്താ പറയുക അറിയാതെ ഈ ഒരു ലിവറിൽ ടച്ച് ചെയ്ത് പോകുമ്പോഴാണെന്ത് ഫുഡ് വന്നിട്ട് ഇതിലൂടെ വരിക. ഓക്കെ, അപ്പോൾ ഈ റാറ്റിന് മനസ്സിലാവുന്നത് ഈ ഒരു സാധനത്തിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് റാറ്റിന് ഫുഡ് കിട്ടുന്നു. ഇതിൽ തന്നെ രണ്ടാമത് വരുന്നൊരു കാര്യമാണെന്ത് റാറ്റ് വേറെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലും പോയി ടച്ച് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഒരു ഇലക്ട്രിക് ഷോക്ക് ആയിരിക്കും എന്ത് ആ സമയത്ത് റാറ്റിന് കിട്ടുക. ഇലക്ട്രിഫൈഡ് ഗ്രിഡ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് ഷോക്ക് ആയിരിക്കും റാറ്റിന് കിട്ടുക. കുറേ തവണ ഇങ്ങനെ ഓടിക്കളിച്ച് അവസാനം എന്താ പറയുക റാറ്റ് കണ്ടീഷൻ ഉണ്ടാവും ഈ ലിവറിൽ പോയി ടച്ച് ചെയ്യാൻ. അപ്പോൾ ഈ ലിവറിൽ ടച്ച് ചെയ്യുമ്പോൾ ഫുഡ് വരുമെന്ന് മനസ്സിലാവുമ്പം ലിവറിൽ ടച്ച് ചെയ്യുന്നു, അപ്പം എന്താ പറയുക ഒരു റിവാർഡ് കിട്ടുന്നു, റിവാർഡായിട്ട് ഫുഡ് കിട്ടുന്നു. ഓക്കെ, അതേസമയം വേറെ എന്തെങ്കിലും ഇതിൽ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഇലക്ട്രിക് ഷോക്കും എന്താണ് റാറ്റിന് കിട്ടുന്നു. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് പണിഷ്മെൻ്റ് ആണ്. ആ രീതിയിലാണ് ഈ ഒരു സ്കിന്നർ ബോക്സ് എക്സ്പെരിമെൻറ്റ് പറയുന്നത്. സ്കിന്നർ ബോക്സിൻ്റെ ഫസ്റ്റ് പാർട്ടിലാണ് എന്ത് റിവാർഡ്സ് കൊടുക്കുന്നത്, സെക്കൻഡ് പാർട്ടിലാണ് എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കിന്നർ ബോക്സ് എക്സ്പെരിമെൻറ്റിലൂടെ സ്കിന്നർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലേണിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺസിക്വൻസസ് ഓഫ് ബിഹേവിയർ ആൻഡ് നോട്ട് ബൈ ദ ആൻറ്റിസിഡൻസ്. ഇതാണ് സ്കിന്നർ പറയുന്നത്.
ഒരാളുടെ ലേണിംഗ് എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്ന ബിഹേവിയറിൽ അയാൾക്ക് കിട്ടുന്ന കോൺസിക്വൻസസ് അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ പോലെയാണെന്ത് അയാളുടെ എല്ലാ കാര്യവും. നമ്മൾ എന്തൊരു കാര്യം പഠിക്കുകയാണെങ്കിലും അത് നമ്മൾ പഠിച്ചു എന്ന് വെച്ച് നമ്മൾ കണ്ടീഷൻഡ് ആവുന്നില്ല. പകരം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അയാൾ എത്രത്തോളം എന്താണ് ആ ബിഹേവിയറിൻ്റെ കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് പോലെ ഇരിക്കുന്നത് അയാൾ ആ ലേണിങ് വീണ്ടും ചെയ്യാനുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിവർ പ്രസ് ചെയ്യുമ്പോഴേക്ക് എന്താണ് ഭക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് റിവാർഡാണ്. ലിവർ പ്രസ് ചെയ്യുന്നു, ഫുഡ് കിട്ടുന്നു. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് റിവാർഡാണ്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ ഒരു സാധനം ചെയ്യുന്നു, അതാണ് നിങ്ങളുടെ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുക. അപ്പോൾ അത് റിവാർഡും ആവാം പണിഷ്മെൻറ്റും ആവാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പാരൻസും നിങ്ങളും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളുടെ വീട്ടിൽ എന്താണ് രേഖപ്പെടുത്തുക ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസഗ്രീമെൻറ്റോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളെ സംസാരിച്ച് വിചാരിച്ചോ, ആ സമയത്ത് എന്താണ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിവാർഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ വ്യൂസ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത സമയത്ത് എൻ്റെ പാരൻസ് അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്തത്. സോ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റിവാർഡ്. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും പറയും. പക്ഷെ വേറൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിസഗ്രീമെൻ്റ് അവിടെ സംസാരിക്കുമ്പോൾ വീട്ടുകാർ പറയുകയാണെന്ത് മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിങ്ങൾ ഇടപെടേണ്ടെന്ന്. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ്. അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുടെ പാരൻസ് എന്താണ് അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ വ്യൂസിനെ എന്താണ് ബഹുമാനിച്ചില്ല. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണെന്ത് അവർ എന്നെ വേണ്ട രീതിയിൽ എന്താണ് ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചിലപ്പം പറയാൻ പോയിക്കൊള്ളണമെന്നില്ല. അപ്പം നിങ്ങളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അതിനെ പിന്നീട് വരുന്ന കോൺസിക്വൻസസിനെ വളരെയധികം രീതിയിൽ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ലേണിംഗ് എന്താണ്? നിങ്ങളുടെ കോൺസിക്വൻസസ് ഗുഡോ ബാഡോ ആവട്ടെ, ചിലത് നല്ലതായിരിക്കും ചിലത് മോശമായിരിക്കും, പക്ഷെ അവിടെ എന്താണോ നടക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇതിന് റിപ്പീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ബിഹേവിയർ ഒരാൾ എങ്ങനെയാണോ കാണുന്നത് അതിനനുസരിച്ചിരിക്കും അതിനി റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ആ ബിഹേവിയർ ഇനി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ കിട്ടുക ചീത്തതാണോ കിട്ടുക, അല്ലെങ്കിൽ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ നല്ലതാണോ കിട്ടുക ചീത്തതാണോ കിട്ടുക. ഓക്കെ, മറ്റുള്ളവർ എങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയറിൻ്റെ ഭവിഷ്യത്തുകൾ എങ്ങനെയാണോ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് അതുപോലെ ഇരിക്കും എന്ത് എല്ലാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള പറഞ്ഞാൽ നിങ്ങളൊരു ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക ഒരു സ്വീറ്റ് റിവാർഡായിട്ട് കിട്ടുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്വീറ്റ് റിവാർഡായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പോയി ആ ബട്ടൺ പ്രസ് ചെയ്യില്ലേ? പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഇലക്ട്രിക് ഷോക്കാണ് കിട്ടിയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഭയങ്കര ഒരു സൈറൻ്റെ ഒരു സൗണ്ടാണ് കേട്ടതെന്ന് വിചാരിച്ചോ, ആ സമയത്ത് നിങ്ങൾ വീണ്ടും പോയിട്ട് ഈ ബട്ടൺ പിന്നെയും പോയി പ്രസ് ചെയ്യുമോ? ഇല്ലല്ലോ. ഇത് തന്നെയാണ് എന്ത് ഏറ്റവും സിമ്പിളായിട്ട് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറഞ്ഞുതരാൻ പറ്റിയൊരു എക്സാമ്പിൾ. ഓക്കെ, ഈ ഒരു ഒപ്പാരൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് സൈക്കോളജിയിൽ നമ്മൾ എങ്ങനെയാണ് പുതിയ ബിഹേവിയർ പഠിക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഔട്ട്കംസും കോൺസിക്വൻസസും എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻസിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതൊന്നും പറഞ്ഞു തരുന്ന ഏറ്റവും നല്ല തിയറീസിലൊന്നാണ് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണ് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് പോലെ തന്നെ റിവാർഡ്സ് പണിഷ്മെൻറ്റ്സ് പറഞ്ഞ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വേറൊരു കാര്യം വരുന്നതാണ് റെയിൻഫോഴ്സ്മെൻറ്റ്. റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റിമുലസ് ആവാം അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ആവാം. എന്താണ്? ഇറ്റ് ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഒക്വറൻസ് ഓഫ് എ റെസ്പോൺസ്. നിങ്ങൾ ഒരാൾ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എൻകറേജ് ചെയ്യുക, അതൊക്കെ റെയിൻഫോഴ്സ്മെൻറ്റിൽ വരും. അപ്പോൾ അതൊരു സ്റ്റിമുലസ് ആവാം അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു ഇവൻ്റ് ആവാം. ഈ ഒരു കാരണം കൊണ്ട് എന്താണ് നിങ്ങളൊരു റെസ്പോൺസ് വീണ്ടും ഒക്കർ ചെയ്യാനുള്ളൊരു ചാൻസ് ആണെന്ത്
റെയിൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റും ഉണ്ട്, നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. ഈ പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസൻറ്റ് കോൺസിക്വൻസസ് ആയിരിക്കും പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും എന്താണ് അത് ചെയ്യും. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു ബെല്ലടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്, നിങ്ങൾ ഈ ബെല്ലടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ വീണ്ടും ഈ ബെല്ലടിക്കും. എന്തിന്? വീണ്ടും ഈ ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫുഡ്, വാട്ടർ, പ്രൈസ്, മണി, സ്റ്റാറ്റസ്, ഇൻഫർമേഷൻ, ഇതൊക്കെ എന്താണ് കൈൻഡ് ഓഫ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൂടുക. അതായത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. നെഗറ്റീവ് റെയിൻഫോഴ്സ്മെൻ്റ് ആണ് എന്തെങ്കിലും രീതിയിൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലസ് ആയിരിക്കും നിങ്ങൾക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാകുന്ന എന്തൊരു സാധനത്തിനെ നമ്മൾ എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യാനാണ് നോക്കുക, അല്ലേ? അപ്പോൾ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വരുമ്പോൾ നമ്മൾ എന്താക്കും? അതിനെ എങ്ങനെയെങ്കിലും എന്താക്കും? ഗെറ്റ് റിഡ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാനാണ് നോക്കുക. അപ്പോൾ നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലസിനെ അവോയ്ഡ് ചെയ്യാനോ എസ്കേപ്പ് ചെയ്യാനോ എന്താണ് നിങ്ങൾ ശ്രമിക്കും. അപ്പോൾ ഇപ്പം എന്താണ് പറയുക, ഇപ്പോൾ ഒരു ഭയങ്കര ചൂടുള്ള സമയമാണെങ്കിൽ നിങ്ങൾ എന്താണ് നല്ലൊരു തണുത്ത വെള്ളം കുടിക്കാനായിരിക്കും നിങ്ങൾ എന്ത് ആഗ്രഹിക്കുക. അതെന്തുകൊണ്ടാണ്? ഭയങ്കര അൺപ്ലസൻ്റ് ആണ് ഈ നല്ല ചൂടുള്ള സമയം എന്ന് അറിയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ശമിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല തണുപ്പുള്ളൊരു സമയമാണെങ്കിൽ നിങ്ങൾ എന്താക്കും? ഒന്നുകിൽ തീ കൂട്ടും, അല്ലെങ്കിൽ എന്താണ് ഒരു വൂളൻ ക്ലോത്ത്സ്, നല്ല കട്ടിയുള്ള ക്ലോത്ത്സ് ഇടാൻ നോക്കും. അതെന്തുകൊണ്ടാണ്? ഈ കോൾഡ് എന്ന് പറയുന്നത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് ഒരു വൂളൻ ക്ലോത്ത് ഒക്കെ ഇടും. ഇതൊക്കെയാണ് എന്ത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിമുലസിനെ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. പിന്നെ ഉള്ളത് പ്രൈമറി ആൻഡ് സെക്കൻഡറി റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. പ്രൈമറി റെയിൻഫോഴ്സേഴ്സ് എന്ന് പറയുന്നത് എല്ലാം നിങ്ങളുടെ ബേസിക് നീഡ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഫുഡ്, വാട്ടർ, സെക്സ്. ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ബേസിക് നീഡ്സ് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ ബീങ്ങിനെ സർവൈവ് ചെയ്യാണ്ട് എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഹ്യൂമൻ ഏർജ് അതിനൊക്കെയാണ് എന്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പ്രൈമറി റെയിൻഫോഴ്സ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ് ബേസിക് നീഡ്സുമായിട്ട് കണക്റ്റഡ് ആണ്. സെക്കൻഡറി റെയിൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി റെയിൻഫോഴ്സറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കും എന്ത് സെക്കൻഡറി റെയിൻഫോഴ്സേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈമറി റെയിൻഫോഴ്സേഴ്സുമായിട്ട് എന്തെങ്കിലും രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും എന്ത് സെക്കൻഡറി റെയിൻഫോഴ്സേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്പർ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്, എമൗണ്ട് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്, ക്വാളിറ്റി ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്, ഡിലേ ഇൻ റെയിൻഫോഴ്സ്മെൻറ്റ് എല്ലാം എന്താ പറയുക ഓരോ കാര്യങ്ങളായിട്ട് വരും. അപ്പാരൻ്റ് കണ്ടീഷനിങ്ങിൽ നമ്മൾ കണ്ടുപോകുന്ന കാര്യങ്ങളാണ് നമ്പർ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്, എമൗണ്ട് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്, ക്വാളിറ്റി ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്, ഡിലേ ഇൻ റെയിൻഫോഴ്സ്മെൻറ്റ്. ഈ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ഉള്ള വീഡിയോസിൽ എന്തായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതിൽ അപ്പാരൻ്റ് കണ്ടീഷനിങ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.